ഇന്നലെ രാത്രിയിൽ വളരെ വൈകിയാണ് ശരിക്കും ഈ തെരച്ചിൽ അവസാനിപ്പിച്ചത്. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ എൻ ജോയിക്കുള്ള രക്ഷാദൗത്യം ഇപ്പോഴും തുടരുകയാണ്. 30 NDRF സംഘം അവിടെ എത്തി രക്ഷാപ്രവർത്തനം അതിരാവിലെ തന്നെ ആരംഭിച്ചു. ശുചീകരണ തൊഴിലാളിയായ മാരായമുട്ടം സ്വദേശി എൻ ജോയിക്കാണ് ഈ ദുരന്തം ഇന്നലെ രാവിലെ ഉണ്ടായത്. ഏതാണ്ട് ഈ ദുരന്തം സംഭവിച്ചിട്ട് 20 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ജോയിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അലക്സ് റാം മുഹമ്മദ് ഈ ആമയിഴഞ്ചാൻ തോട്ടിൻ്റെ സമീപം നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അലക്സ് റാം മുഹമ്മദ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എനിക്കറിയാം ഈ ഇത്രയധികം മണിക്കൂറായി അലക്സ് റാം ഈ വാർത്തയെ പിന്തുടരുകയാണ്. എന്തെങ്കിലും ആശ്വാസത്തിന് വഴിയുള്ള വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ടോ? എസ്കാൻ നേരത്തോടെ നേരമെടുക്കുന്നു. ഏതാണ്ട് 20 മണിക്കൂറിനോടെ അടുത്തെത്തുന്നു ഈ ജോയിയെ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ മേഖലയിൽ, അതായത് ഈ ടണൽ മുഖത്ത് അദ്ദേഹത്തെ കാണാതായിട്ട് അത്ര തന്നെ മണിക്കൂറാകുന്നു. 14 മണിക്കൂറാകുന്നു ഈ രക്ഷാദൌത്യം ആരംഭിച്ചിട്ട്. ഇന്നലെ എന്നല്ല, ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് രക്ഷാദൌത്യം താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിച്ചത്. NDRFന്റെ സേവനം ജില്ലാ കളക്ടർ തേടിയിരുന്നു. തിരുവല്ലയിൽ നിന്ന് NDRF സംഘം എത്തിയിട്ടുണ്ട്. NDRFന്റെ 30 അംഗ സംഘമാണ് ഇന്നലെ തന്നെ എത്തിയത്, അതായത് ഇന്ന് പുലർച്ചെ തന്നെ ഇവിടെ എത്തിയത്. അവരെത്തി കഴിഞ്ഞ ദിവസം രക്ഷാദൌത്യവുമായി ഏർപ്പെട്ട മറ്റു സേനാംഗങ്ങളോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അത് മാത്രമല്ല, അധികാരികളോട്, അത് മേയർ അടക്കമുള്ളവർ, ഒപ്പം ജില്ലാ കളക്ടർ അടക്കമുള്ളവരോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം രാവിലെ വന്ന് ഈ സാഹചര്യവും സ്ഥലവും ഒക്കെ അവർ വിലയിരുത്തി. അതിനുശേഷമാണ് അവർ അവരുടെ രക്ഷാദൌത്യം ആരംഭിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 30 അംഗ സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആദ്യത്തെ നടപടി അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആദ്യത്തെ നടപടി അവർ ചെയ്യുന്നത് ഈ ടണൽ മുഖത്തുള്ള മാലിന്യം നീക്കം ചെയ്യുന്ന നടപടിയാണ്. നമ്മുടെ ക്യാമറാമാൻ ഇവിടേക്ക് കൊണ്ടുവന്നാൽ ഇതിന് നേതൃത്വം നൽകുന്ന കമാൻഡർ പ്രതീഷ് നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, നമ്മൾ ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടണലിലെ വേസ്റ്റ് നീക്കം ചെയ്യുന്ന നടപടിയാണോ ആദ്യം ഉദ്ദേശിക്കുന്നത്? അതെ സാർ, അതെ. ഇപ്പോഴത്തെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടണലിലെ വേസ്റ്റ് നീക്കം ചെയ്യുകയാണ്. നെറ്റ് ഇട്ടിട്ട് ഇന്നലെ എടുത്ത മാതിരി തന്നെ നെറ്റ് വഴിയിട്ട് ഈ JCBയും കൂടെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ മേലോട്ട് വേസ്റ്റ് നീക്കം ചെയ്യുക, എന്നിട്ട് ഡീപ് ഡൈവേഴ്സിനെ ഇറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ആദ്യം ബഹുമാനപ്പെട്ട കളക്ടർ സാർ പറഞ്ഞേക്കുന്നത് ഇവിടെ നോക്കിയിട്ട് കുറച്ചൊന്ന് നോക്കി കഴിഞ്ഞിട്ട്, ഇവിടെ ഇന്നലെ സെർച്ച് ചെയ്താണല്ലോ, അപ്പൊ ഇഷ്യൂസിൽ നിങ്ങൾ കുറച്ച് താഴോട്ടും കൂടെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സബ്സീക്വന്റ് ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. റോബോട്ടിന്റെ കൂടി സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടോ? സാങ്കേതികവിദ്യ എന്തായാലും ഉപയോഗിക്കും. പിന്നെ ഫയറിന്റെ ഹെൽപ്പും ഞങ്ങൾ എടുക്കും. സ്കൂബ ഡൈവേഴ്സ് അവരുടേതായിരിക്കും ഇറങ്ങുന്നത്. ഞങ്ങൾ ഒരു ഡൈവറുണ്ട്, അവരും കൂടെ ഇറങ്ങിയിട്ടായിരിക്കും ഞങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ജോയിന്റ് ഓപ്പറേഷൻ തന്നെയായിരിക്കും? അതെ, ജോയിന്റ് ഓപ്പറേഷൻ തന്നെ ആയിരിക്കും. അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ജോയിന്റ് ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ടണലിനുള്ളിലേക്ക് കടക്കുക അത് ഡിഫിക്കൽട്ട് ആയിരിക്കില്ല, കാരണം ഒരാൾക്ക് പോലും കടന്നു പോകാനാത്ത ടണലാണ് ഇതിന്റെ ഉള്ളിലേക്ക്, അതായത് പ്ലാറ്റ്ഫോമിന്റെ അടിയിലൂടെ കടന്നു പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ടണലിനുള്ളിലേക്ക് കടന്നു പോകാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഇപ്പം നമുക്ക് കുറച്ച് മാലിന്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡീപ് ഡൈവറും ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇന്നലെ 40 മീറ്റർ വരെ പോയെന്ന് പറഞ്ഞു. അതുവരെ ഒന്നും കൂടെ പോയി ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞാൽ ഫയറിന്റെ നിഗമനം അനുസരിച്ചിട്ട് അവിടെ ചെളിയാണ് 40 മീറ്റർ കഴിഞ്ഞപ്പോൾ. അപ്പം അതിനപ്പുറത്തോട്ട് പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് നോക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് നമ്മൾ സെർച്ച് ഓപ്പറേഷൻ. അസസ്മെന്റ് ജോയി ഈ ഒരു മേഖലയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണല്ലേ? അതെ, ഇപ്പോഴത്തെ ഒരു അസസ്മെന്റ് ഇവിടെ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോയി അന്വേഷിക്കും. കളക്ടർ പറഞ്ഞ താഴെ കൂടെ സബ്സിക്വന്റ് ആയിട്ട് പരിശോധന നടത്തും. അതെ, ഇത് ഇവിടെ നമ്മൾ നോക്കിയിട്ട് ഇവിടുന്ന് സബ്സിക്വന്റ് ആയിട്ട് താഴോട്ട് അന്വേഷിക്കണമെന്നാണ് കളക്ടർ സാർ പറഞ്ഞേക്കുന്നത്. അത്തരത്തിൽ എസ്കാൻ അങ്ങനെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ഈ ടണൽ മുഖത്തുള്ള മാലിന്യം നീക്കം ചെയ്യണം. അത് കഴിഞ്ഞ ദിവസം ആരംഭിച്ചതുപോലെ തന്നെ നെറ്റും മറ്റുമൊക്കെ ഉപയോഗിച്ച മാലിന്യം നീക്കം ചെയ്യും. അത് മാത്രമല്ല, ഈ ടണൽ മുഖത്തേക്ക് NDRFന്റെ വിദഗ്ധ സംഘം ഈ ടണലിനകത്തേക്ക് ഇറങ്ങും. അതിനുശേഷം ടണലിനുള്ളിലുള്ള മാലിന്യം അവർ നീക്കം ചെയ്യും. അതിന് ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആയിരിക്കും അവർ നടത്തുക എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് ഫയർഫോഴ്സിന്റെയും അതുപോലെ സ്കൂബ സംഘത്തിന്റെയും സഹായം അവർ തേടും. അവർക്കൊപ്പം NDRF സംഘത്തിലെ ഒരു സംഘാംഗം കൂടി ഈ ടണലിലേക്ക് പ്രവേശിക്കും. അതുമാത്രമല്ല, ഈ ജെൻ റോബോട്ടിക്സിന്റെ ഈ റോബോട്ട്, അതായത് ഈ ടണലിനുള്ളിൽ കടന്ന് ഈ മാലിന്യം പുഷ് ചെയ്യുന്ന തരത്തിലുള്ള റോബോട്ടാണ് അവർ ഇന്നലെ ഇവിടെ എത്തിച്ചത്. ഇന്നലെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രധാനമായി അവർ പറയുന്നത് ഏതാണ്ട് 200 കിലോയോളം ഭാരം വരുന്ന മാലിന്യം അത് ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച് തള്ളി നീക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു റോബോട്ടിക് സാങ്കേതിക വിദ്യയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്.
അതിനുള്ള സംവിധാനമാണ് അവർ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിന് കൂടെ ഒരാൾ, അതായത് ഒരു വിദഗ്ധൻ കൂടി, ഒരു മുഗൾ വിദഗ്ധൻ കൂടി ഈ റോബോട്ടിനൊപ്പം പോകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതാരാണ് എന്നുള്ള കാര്യവും അവർ തീരുമാനിക്കും. അവിടെ നിന്ന് ആ മാലിന്യം പരമാവധി നീക്കം ചെയ്തതിനു ശേഷം അവിടുത്തെ സാധ്യത എന്താണ് എന്നുള്ളത് ക്യാമറ വഴി മോണിറ്റർ ചെയ്യും, നിരീക്ഷിക്കും. അതിനുശേഷമായിരിക്കും ആ നടപടികൾ പൂർത്തിയാക്കുക, ആ രക്ഷാ ദൌത്യം പൂർത്തിയാക്കുക. SKN പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെയാണ് ഇന്നലെ ജോയി ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഇറങ്ങുന്നതും അപകടത്തിൽപ്പെടുന്നതും ഈ ടണലിന്റെ ഈ മുഖത്താണ്. ഇവിടെ നിന്ന് അദ്ദേഹം ഈ ടണലിനുള്ളിലേക്ക് അകപ്പെട്ടു പോയിരിക്കാം എന്നുള്ളതാണ് അനുമാനം. ഇവിടെ നിന്ന് ഏതാണ്ട് 150 മീറ്ററിനപ്പുറം മറ്റു ടണൽ, മറ്റ് ഈ മാൻഹോളുകളും അതിന്റെ ഓപ്പണിംഗുകളും ഉണ്ട്. കൃത്യമായി പറഞ്ഞ ഒരു 80 മീറ്റർ അപ്പുറത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ 3ാം ട്രാക്കിനടുത്തായി ഒരു മാൻഹോൾ ഉണ്ട്. ആ മാൻഹോൾ ഇന്നലെ തുറന്ന് പരിശോധിച്ചതാണ്. തുടർന്ന് അവിടെ തന്നെ ഈ ജെൻ റോബോട്ടിക്സിന്റെ മറ്റൊരു റോബോട്ടിക് സംവിധാനം എത്തിച്ച ആ മാലിന്യം അതിന്റെ യന്ത്രക്കൈ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന നടപടി ഇന്നലെ നമ്മൾ കണ്ടതാണ്. അത് പുരോഗമിച്ചതുമാണ്. പക്ഷേ അതിന്റെ ഒരു പരിമിതി, അതിന്റെ ഒരു തടസ്സം എന്നുള്ളത്, ആ യന്ത്രക്കൈ നേരെ താഴേക്ക് മാത്രം വന്ന് അവിടെ അടിഞ്ഞുകൂടിയ ചെളിയും ആ മാലിന്യം മാത്രം നീക്കം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് അതിന്റെ ഒരു നിർമ്മിതി. അതിന് വശങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വശങ്ങളിലേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന ചളിയും അതുപോലെ മാലിന്യവും നീക്കം ചെയ്യുന്നതാണ് ശ്രമകരമായ ഒരു കാര്യം. കൃത്യമായി പറഞ്ഞാൽ ഇവിടെ നിന്ന് 40 മീറ്റർ ദൂരം സ്കൂബ സംഘം അകത്തേക്ക്, അതായത് ടണലിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നൊരു 40 മീറ്റർ കൂടിയുണ്ട് ഈ 3ാമത്തെ ട്രാക്കിലെ ഈ മാൻഹോളിന്റെ ഓപ്പണിംഗ്. ആ മാൻഹോൾ ഉള്ള സ്ഥലത്തേക്ക് എത്താൻ ഒരു 40 മീറ്റർ കൂടിയുണ്ട്. ആ 40 മീറ്ററാണ് നിർണായകമെന്നാണ് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സേനാംഗങ്ങൾ ഇപ്പോൾ NDRF അടക്കം പറയുന്നത്. കാരണം അവിടെയാണ് കാര്യമായി കടന്നു ചെല്ലാൻ പറ്റാത്തൊരു പ്രദേശം. അതാണ് അവിടെയാണ് ഈ ടണലിന്റെ ആ മേഖലയിലാണ് മാലിന്യവും അതുപോലെ ചെളിയും ഒക്കെ കാര്യമായി തന്നെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ എവിടെയെങ്കിലും ജോയി കുടുങ്ങിയിട്ടുണ്ടാകാം എന്നുള്ള അനുമാനം, അത് 80% അവർ അങ്ങനെ തന്നെ കരുതുന്നു ഈ ഘട്ടത്തിലും എന്നുള്ളതാണ്. കാരണം SKN ഇന്നലെ ഈ അപകടമുണ്ടായി ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഫയർഫോഴ്സ് അടക്കമുള്ള രക്ഷാസംഘം ചെയ്തത് ആ 3ാം ട്രാക്കിനപ്പുറമുള്ള മാൻഹോൾ തുറന്ന് അവിടെ ഒരു ഗ്രില്ല് ഇറക്കി വെക്കുകയായിരുന്നു. കാരണം ആ ഗ്രില്ലിനപ്പുറത്തേക്ക് ജോയി ഒഴുകിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രില്ലിന്റെ തൊട്ട് മുകളിലേക്കുള്ള ഭാഗം പരിശോധിച്ചാൽ മതി, അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ് ഇന്നലെയും അവർ ആലോചിച്ചത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം 50 മീറ്റർ പോലും അവർക്ക് ഇവിടെ നിന്ന് അകത്തേക്ക് പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല ആ മാൻഹോളിന്റെ ഓപ്പണിംഗ് തുറന്ന് അവിടെ മനുഷ്യൻ ഇറങ്ങുന്നതിന് പരിമിതിയുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഈ യന്ത്രക്കൈ ഉപയോഗിച്ച് ആ മാലിന്യം നീക്കം ചെയ്തതിനു ശേഷം പരമാവധി അവർ മറ്റ് നീളമുള്ള നമ്മട്ടി മറ്റുമൊക്കെ ഉപയോഗിച്ച് അവർ ഈ മാലിന്യം വലിച്ചു നീക്കുന്നുള്ള ഒരു ശ്രമം, കരയിൽ നിന്നൊരു ശ്രമം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അടക്കം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ചെറിയൊരു ലാഡർ താഴേക്ക് വെച്ച് അവിടെ ഇറങ്ങി നിന്ന് ആ മാലിന്യം നീക്കം ചെയ്യാം എന്നൊരു ആലോചന നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. തുടർന്ന് ആ യന്ത്രം ഉപയോഗിച്ചുള്ള മാലിന്യ നീക്കം തൽക്കാലം അവിടെ നിർത്തിവെച്ചതിന് ശേഷമാണ് മറ്റൊരു യന്ത്രം, അതായത് ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച് ഈ മാലിന്യം നീക്കം ചെയ്യുന്നുള്ള ഒരു യന്ത്രം, അത് ഈ ടണലിനകത്ത് ഇറങ്ങി നീക്കം ചെയ്യുന്നുള്ള യന്ത്രം ഇന്നലെ ഇവിടെ എത്തിച്ച് അതിന്റെ മറ്റു സജ്ജീകരണങ്ങളൊക്കെ എന്താണെങ്കിലും NDRF സംഘം 30 അംഗ NDRF സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അവർ സർവ്വസജ്ജരാണ്. അവരുടെ സംഘാംഗങ്ങൾ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി മറ്റു സേനകളുടെ കൂടി സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായി അവർ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കും. ആദ്യഘട്ടത്തിൽ ഈ മാലിന്യം നീക്കം ചെയ്യും. അവിടെ നിന്നുള്ള പരിശോധന അവർ നടത്തും. അതിന് യന്ത്രത്തിന്റെ കൂടി സഹായം തേടും. SKN.